ഹലോ ഗായ്സ്, അപ്പോൾ ട്യുലിപ്സ് കാണാൻ പോയൊരു കഥയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത്. ട്യുലിപ്സ് ഒരു മനോഹരമായ പൂവാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സ്പ്രിംഗ് സീസണിൽ മാത്രം വളരുന്ന ചില ചെടികളാണ് ട്യുലിപ്സ്, ഡഫോഡിൽസ്, ചെറി ബ്ലോസം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ സീസണിൽ മിക്കവാറും UK-യിലുള്ളവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ട്യുലിപ്സും ഡഫോഡിൽസും ചെറി ബ്ലോസവും ഒക്കെ ആയിരിക്കും. പക്ഷേ ഞങ്ങൾ ട്യുലിപ്സ് കാണാൻ പോയത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമായിരുന്നെന്ന് തോന്നുന്നു. ട്യുലിപ്സ് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പകുതിയിലധികം വാടി കഴിഞ്ഞിരുന്നു. ഏതാണ്ട് 5 ഏക്കറോളം സ്ഥലത്ത് 65 വെറൈറ്റീസ് ഓഫ് ട്യുലിപ്സ് ആയിരുന്നു ഈ വർഷം അവർ നട്ടിട്ടുണ്ടായിരുന്നത്. ഈ ട്യുലിപ്സ് എല്ലാം തന്നെ ഹോളണ്ടിൽ നിന്നും അറൈവ് ചെയ്തിട്ടുള്ളായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയപ്പോഴേക്കും കുറച്ച് ഉണങ്ങിപ്പോയതുകൊണ്ട് ഞങ്ങൾ ട്യുലിപ്സ് ഒന്നും അവിടുന്ന് പ്ലക്ക് ചെയ്തില്ല. അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്റ്റെമ്മും £1 അവിടുന്ന് വാങ്ങിക്കായിരുന്നു കേട്ടോ. കുറേ പേര് അങ്ങനെ മേടിച്ചിട്ടൊക്കെ പോണത് കണ്ടു. പക്ഷെ ഞങ്ങൾ ഒത്തിരി ലേറ്റായി പോയതുകൊണ്ട് ഞങ്ങൾ ട്യുലിപ്സ് ഒന്നും അവിടുന്ന് പറിച്ചെന്നെടുത്തില്ല. നമ്മൾ കാണുക മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. നല്ലൊരു ഔട്ടിംഗ് ആയിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു. ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ സ്ഥലത്തുള്ള എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ലാസ്റ്റ് ഡേ ഓഫ് ട്യുലിപ്സ് ഫെസ്റ്റിവൽ ആയിരുന്നതുകൊണ്ടും ആയിരിക്കാം എല്ലായിടത്തും ഞങ്ങൾ ചിലരെയൊക്കെ പരിചയപ്പെട്ടപ്പോൾ കുറേ ദൂരെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഈ മനുഷ്യന്റെ പാട്ട് കിടിലായിരുന്നു, കേട്ട് നോക്കിട്ടോ. കുറേ നേരം നിന്ന് ഞാൻ ആസ്വദിച്ചു, പക്ഷെ മുഴുവനായിട്ട് ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഉൾപ്പെടുത്താത്തത്. അവിടെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു, നല്ല വെറൈറ്റീസ് ഓഫ് ഫോട്ടോഷൂട്ട്സിന് പറ്റിയിട്ടുള്ള ഫ്രെയിംസ് ഉണ്ടായിരുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അടിപൊളി ഡേ ആയിരുന്നു. വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.